ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന BMW 3 സീരീസ് ആണ്. 3 സീരീസിന്റെ 320 ആണ്, E46 ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ വാഹനത്തിന്റെ ഒരു അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലൈൻമെന്റിന് ശേഷം ഈ ഒരു വാഹനത്തിൽ ഒരു വാണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ആ വാണിംഗ് എന്താണ്, അതേമാതിരി ആ വാണിംഗ് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് വർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കത്തിക്കിടക്കുന്ന ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താ ദീപാവലിക്ക് മറ്റേ തൂക്കുമാല ഇട്ട പോലെ കംപ്ലീറ്റ് ലൈറ്റും കത്തിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ലൈറ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 സെക്കൻഡിനുള്ളിൽ ഇതിൻ്റെ 2 ലൈറ്റ് പോകുന്നതാണ്. ഒന്ന് കൂളൻറ്റിൻ്റെ വാണിംഗ് ലൈറ്റും അതേമാതിരി തന്നെ ഒന്ന് ഓയിലിൻ്റെ വാണിംഗ് ലൈറ്റും പോകുന്നതാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്ത ഒരു 1 മിനിറ്റിനുള്ളിൽ ഈ 2 ലൈറ്റും പോയി. അപ്പോൾ ഇനി പോകാത്ത ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മളെ ട്രാക്ഷൻ്റെ ഒരു ലൈറ്റും അതേമാതിരി തന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ ഒരു ലൈറ്റും ഉണ്ട്. ആ ബ്രേക്കിൻ്റെ ലൈറ്റ് ഇപ്പോൾ റെഡായിട്ടാണ് കിടക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യെല്ലോ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു 2 ലൈറ്റ് കണ്ടല്ലോ, ഈ ഒരു ട്രാക്ഷൻ്റെ ഒരു ലൈറ്റും അതേമാതിരി തന്നെ ഈ ഒരു പാർക്കിൻ്റെ ലൈറ്റുമാണ് ഫോൾട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ABS സ്റ്റെയറിംഗ് ആംഗിൾ സെൻസർ ഇംപ്ലോസിബിൾ എന്നുള്ള ഒരു DTC ആണുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്റ്റെയറിംഗ് ആംഗിൾ സെൻസറാണ് ഞാനിപ്പം കാലിബ്രേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാലിബ്രേഷൻ ചെയ്യുന്ന കംപ്ലീറ്റ് പ്രൊസീജിയർ ഞാൻ കാണിക്കുന്നില്ല. ഇത് കണ്ടല്ലോ, കാലിബ്രേഷൻ സക്സസ്ഫുൾ ആണ്. അപ്പോൾ സക്സസ്ഫുൾ ആയതിന് ശേഷം നമുക്ക് ആ ഫോൾട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം. ഇതിപ്പോൾ കണ്ടല്ലോ, LWS സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ പെർഫോംഡ് കറക്റ്റ്ലി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. കാരണം അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആകത്തില്ല. നമുക്ക് സർവീസ് ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ആ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ്, അതിൻ്റെ അകത്ത് കാണിക്കുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ അത് കാലിബ്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സാധാ ഓട്ടോ സ്കാനിൽ പോയിട്ട് അതിൻ്റെ ഫോൾട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുക. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഫോൾട്ട് ക്ലിയർ ആവുന്നില്ല. ഞാൻ സ്കാനറിൽ ഫോൾട്ട് ക്ലിയർ ചെയ്തപ്പോഴത്തേക്കും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ കാലിബ്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഫോൾട്ട് കോഡ് ഇപ്പം ക്ലിയർ ആയിട്ട് പോയിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ABSൻ്റെ അകത്തുനിന്ന് ആ ഫോൾട്ട് ക്ലിയർ ആവുകയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം, അത് ക്വിക്ക് റൈസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ ഫോൾട്ട് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ക്ലിയർ ചെയ്തതിന് ശേഷം അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കണ്ടല്ലോ, പാസ്സായിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി വാഹനം ഓഫ് ചെയ്തിട്ട് അതേമാതിരി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടല്ലോ, കൂളൻറ്റിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ, അതിപ്പം പോകുന്നതാണ്. ഇപ്പോൾ കണ്ടല്ലോ, അതിനുശേഷം എല്ലാ വാണിങ്ങും പോയി. ഞാനിപ്പോൾ റോഡ് ടെസ്റ്റും പോയിട്ട് വന്നതാണ്. ഇപ്പം കണ്ടല്ലോ, നിലവിൽ ഒരു വാണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.